കുലഞ്ഞാനും നന്ദജന ഗുരുവായൂരപ്പൻ സന്തോഷത്തോടുണ്ടു വേഗം വേഗം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ബ്രഹ്മാണ്ടമെല്ലാം ചതിപ്പോൾ ജന്മാശിവാദികൾ തുഷ്ടി കൊണ്ടു അംഭോജനേത്രനം സമ്പൂർണനായി സന്തോഷത്തോടൊന്നു നൃത്തം തട്ടി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പിന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഊണ് കഴിച്ചാൽ പോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും കല്യാണം കഴിക്കാനുള്ള ആളാണ്. ഇപ്പം ഇങ്ങനെ ചെറിയ കുട്ടിയായിട്ട് ഊണ് കഴിക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും കല്യാണ കൃഷ്ണനായിട്ട് ഇവിടെ ഉണ്ടായിക്കൊള്ളണം. അതും കൂടി പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ഭഗവാന്റെ സ്വയംവരം, സ്വയംവരം വരെയുള്ള രംഗങ്ങളാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. പിന്നെ നാളെ ഇതുപോലെ അനവധി കഥകൾ, ഭഗവാന്റെ മറ്റ് കല്യാണങ്ങൾ, രാജസൂയം എന്ന പേരായുള്ള കഥാഭാഗം, കുചേലവൃത്തം, സന്താനഗോപാലൻ, ഇങ്ങനെയുള്ള കഥകളിലൊക്കെയാണ് നമുക്ക് നാളെ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇന്ന് സ്വയംവരമാണ്. സ്വയംവര ആ സമയത്ത് വസ്ത്രപൂജ വളരെ വിശേഷമാണ്. പുതിയ വസ്ത്രങ്ങൾ, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത പുതിയ വസ്ത്രങ്ങൾ, പുതിയത് മേടിച്ചോണമെന്നില്ല, കൂട്ടിയിരിക്കേണ്ടത് അത് ആ വസ്ത്രം സ്വയംവര സമയത്ത് ഇവിടെ സമർപ്പിച്ച് അത് ഭഗവാൻ പ്രസാദമായി സ്വീകരിക്കാവുന്നതാണ്. സാരി പൂജ എന്ന് പറഞ്ഞാൽ പ്രശ്നം. സാരി മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രം മതിയോ ഭഗവാന്റെ അനുഗ്രഹം പോലെ എല്ലാവർക്കും വേണം. അപ്പോൾ പുരുഷന്മാർക്കും ആവാം, ഷർട്ടാവാം, മുണ്ടാവാം, കൊച്ചുകുട്ടികളുടെ ഡ്രസ്സാവാം, എന്തായാലും കരുതില്ല. ഇവിടെ സമർപ്പിച്ചിട്ട് തിരിച്ചു മേടിക്കാം. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും നമ്മൾ അങ്ങനെയാണ്. ഇവിടെ ഉച്ചയ്ക്ക് ഭഗവാൻ ഒന്ന് കൊണ്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുമ്പ് എന്നും ഭഗവാൻ ഒന്ന് പുറത്തിട്ട് കൊണ്ടുവയ്ക്കുക. നമ്മൾ ഒരു വസ്ത്രം, പുതിയൊരു വസ്ത്രം മേടിച്ചിട്ട് അത് നമ്മൾ നേരെ ഉടുക്കുന്നതിന്